നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18, 2025 വ്യാഴം. മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റില് 25 ബേസിസ് പോയിന്റ് കട്ട് നടപ്പിലാക്കിയെങ്കിൽ കൂടിയിട്ടും ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്നും വന്ന സർപ്രൈസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തുടങ്ങി പ്രധാനമായും 6 ഘടകങ്ങളാണ് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിരയിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് എത്തിച്ചേരുവാനും സാധിച്ചു. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ പ്രധാന 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. നിഫ്റ്റിയിൽ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. ഉച്ചയ്ക്ക് 12:20 കൂടി മാർക്കറ്റിൽ ഫോൾ ഉണ്ടായതിനെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2:20 ആയപ്പോഴത്തേക്കും നിഫ്റ്റി 100 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അതിന്റെ ഡേ ലോയായ 25,329 എന്ന ലെവലിൽ എത്തിച്ചേർന്നുകൊണ്ട് സപ്പോർട്ട് എടുക്കുകയുമുണ്ടായി. തുടർന്ന് മാർക്കറ്റിന് കാഴ്ചവെക്കുവാൻ സാധിച്ച കരുത്താർജിച്ച പ്രകടനത്തെ തുടർന്ന് 3:10 കൂടിയിട്ട് നഷ്ടമായ 100-ലേറെ പോയിന്റുകൾ തിരിച്ചുപിടിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. തൽഫലമായി നിഫ്റ്റിക്ക് ഇന്ന് 93 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി 25,423 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. സെൻസെക്സിന്റെ ഈ മാസത്തെ മൂന്നാമത്തെ വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്ന്. സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാലും മാത്രമല്ല ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നതിന്റെ ഫലമായിട്ടൊക്കെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റി ദൃശ്യമായെങ്കിലും സെൻസെക്സിന് ഇന്നത്തെ വീക്കിലി എക്സ്പയറി വളരെ കൂളായിട്ട് വലിയ പരിക്കുകളൊന്നും കൂടാതെ അവസാനിപ്പിക്കുവാനുമായി 83,000 എന്ന ലെവലിൽ. അതിനെ തുടർന്ന് ഇന്ന് 320 പോയിന്റുകളുടെ നേട്ടവും സെൻസെക്സിന് കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 234 പോയിന്റുകളുടെ നേട്ടവും ഫിൻ നിഫ്റ്റിക്ക് 135 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് മാർക്കറ്റ് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും NSEയിൽ 1344 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1432 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, ഫാർമ തുടങ്ങിയ മേഖലകളിൽ 0.5% മുതൽ 1% ഉയർച്ച ദൃശ്യമാവുകയുണ്ടായി. അതേസമയം എനർജി, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടം ഇന്ന് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനും ബോർഡർ മാർക്കറ്റ്സുകളുടെ ഭാഗത്ത് നിന്നും നിശ്ചലമായ പ്രതികരണമാണ് ഇന്നും നടത്തുകയുണ്ടായത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. HDFC ലൈഫ്, ഇൻഫോസിസ്, ഇറ്റേണൽ, വിപ്രോ, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ കോൾ ഇന്ത്യ, ബജാജ് ഫൈനാൻസ്, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുകയുമുണ്ടായി. ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മാസം ഏറ്റവും ഉയർന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ അവസാനത്തെ 12 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് പ്രധാനപ്പെട്ട ബാങ്കിംഗ് സ്റ്റോക്സ് ആയ ആക്സിസ് ബാങ്ക്, SBI, കൊട്ടാക് ബാങ്ക് തുടങ്ങിയവയുടെ ഓഹരി മൂല്യത്തിൽ 7% വർധനവും ഈ 12 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് വർദ്ധിക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നേട്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരുന്ന ഡിഫൻസ്, PSU ബാങ്ക് സെക്ടറുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുമുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെക്ഷന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് 33 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 88.13 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് ഒരു ഘട്ടത്തിൽ നമ്മുടെ മാർക്കറ്റില് വീക്ക്നെസ് ദൃശ്യമാകുവാൻ കാരണമായത് പ്രധാനമായും 4 ഘടകങ്ങളാണ്. ആദ്യമായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നെങ്കിൽ രണ്ടാമതായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിനെ വീക്ക്നെസ്സിലേക്ക് നയിക്കുകയുണ്ടായത്. സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നു മൂന്നാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് വീക്ക്നെസ്സിലേക്ക് ഒരു ഘട്ടത്തിൽ നയിച്ചതെങ്കിൽ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന സെല്ലിങ്ങും നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റ് ഇന്ന് വീക്കൻ ചെയ്യുവാൻ ശ്രമിക്കുകയുണ്ടായി. ചെറിയ രീതിയിലാണെങ്കിലും ഇന്ന് മാർക്കറ്റിൽ നടന്ന അവിശ്വസനീയമായ വീഴ്ചയിലും തുടർന്ന് കരുത്താർജിച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം.
ആദ്യമായി തന്നെ യുഎസിൽ നിന്നും പുറത്തു വന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആണെങ്കിൽ അതിൽ ഉപരിയായിട്ട് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്നും സർപ്രൈസ് ആയിട്ട് വന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ വർഷം തന്നെ ഇനി 2 പ്രാവശ്യവും കൂടി ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകൾ വന്നേക്കാമെന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നതെങ്കിൽ കൂടിയിട്ടും അതിന് പുറമെ ഫെഡ് ചെയർമാന്റെ ഈ വർഷം തന്നെയുള്ള 2 തവണയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാർക്കറ്റിന് സർപ്രൈസ് ആയിട്ട് മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ US ഫെഡ് പോളിസിയുടെ ഭാഗമായി വന്ന ഈ ഒരു ഔട്ട്കം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ ആഴ്ചയിൽ തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെക്ഷനും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് നിലനിൽക്കുവാൻ പ്രധാനമായും കാരണമായത് യുഎസിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ്. അതിനെ തുടർന്ന് ഇന്നലെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച US മാർക്കറ്റിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 32 പോയിന്റുകൾ നേട്ടത്തോടുകൂടി മാത്രമേ വ്യാപാരം നടത്തിയുള്ളെങ്കിൽ നിലവിൽ 335 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. അതുകൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യയിലെ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകളൊക്കെ ഇന്ന് നേട്ടത്തോടു കൂടി വ്യാപാരം തുടർന്നതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ ഇന്നുണ്ടായ ഇടിവാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യത കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ന് രാവിലെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും തുടർന്നുള്ള മാർക്കറ്റ് സെക്ഷനിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ ഇടിവും നേരിടുകയുണ്ടായി. അതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യ വിക്സിൽ ഇന്ന് 3.5% ഉണ്ടായ ഇടിവാണ് നാലാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യ വിക്സ് ഇന്ന് 3.61% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 9.88 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൂടാതെ ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പണിംഗ് നടത്തിയത് ഇന്നലത്തെ ക്ലോസിംഗിന് താഴെയായിട്ട് തന്നെയാണ്. ഇന്ന് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ വിക്സ് ഉയരുന്നതായിട്ട് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഇടിവും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യ US ട്രേഡ് ടോക്ക് പുരോഗമിക്കുന്നതാണ് അഞ്ചാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും തിങ്കളാഴ്ച യുഎസിലെ ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ട പ്രതിനിധി മിസ്റ്റർ ബെർണാഡ് ലിച്ച് ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്ന് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചതിനെ തുടർന്ന് തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനും അതിൽ നിന്നുള്ള കോൺഫിഡൻസ് മൂലം നമ്മുടെ മാർക്കറ്റിന് കരുത്താർജിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഡിസംബർ 2024 ശേഷം ഈ വർഷം 2025 വർഷം ആദ്യമായിട്ട് യുഎസിലെ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇന്നലെ രാത്രി വന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്സിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടമാണ് ആറാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ലീഡിംഗ് IT സ്റ്റോക്സിലൊക്കെ മാന്യമായ നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല ഇന്ന് പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു ഇൻഫോസിസ്, വിപ്രോ, ADRകളൊക്കെ 3%-ലേറെ നേട്ടം കൈവരിക്കുന്നതും അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും IT സ്റ്റോക്സുകളിൽ കാണുവാൻ ഇടയായി. അതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്സിലുണ്ടായ റാലിയുടെ ഫലമായിട്ട് നിഫ്റ്റി ITക്ക് 1.5%-ലേറെ ഇന്ന് ഉയർച്ച രേഖപ്പെടുത്താൻ ഇൻട്രാഡേ ബേസിസിൽ സാധിച്ചെങ്കിൽ കൂടിയിട്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് 300-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി 0.8%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി IT ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി ITക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 300-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. ചൈനീസ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതെ സ്റ്റഡി ആയിട്ട് നിലനിർത്തിയതിനാൽ ഇന്ന് ചൈനീസ് മാർക്കറ്റും 1%-ലേറെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നിലവിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയും ദൃശ്യമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എയർഫോള റീറ്റെയിൽ ടെക് ഇന്ന് IPO 90% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്
സെപ്റ്റംബർ 24, 2025 ചേരാൻ പോകുന്ന ബോർഡ് മീറ്റിംഗിൽ ഇക്വിറ്റി ഷെയറുകളുടെ ബോണസ് ഇഷ്യൂവിന്റെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള വാർത്ത. മംഗളം വേൾഡ് വൈഡ്, ഇവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചേഴ്സ് ആണ്. ഇന്ന് കമ്പനി NSE SME പ്ലാറ്റ്ഫോമിൽ നിന്നും സംക്രമിച്ചുകൊണ്ട് NSE മെയിൻ ബോർഡിലേക്ക് പുനഃക്രമീകരണം നടത്തുകയുണ്ടായി. GK എനർജി IPO നാളെ IPOയുടെ ബിഡിംഗ് ഓപ്പൺ ആകും. സെപ്റ്റംബർ 23 സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആകും. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 145 രൂപ മുതൽ 153 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്. കപ്പാസിറ്റ് ഇൻഫ്രാ പ്രോജക്ട്സ് ടാക്സും സെസ്സും മാറ്റി നിർത്തിക്കൊണ്ട് 1518 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് മുംബൈയിൽ നിന്നും ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ ഹോട്ടൽസ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂയോർക്കിലെ പിയർ ഹോട്ടൽസില് $2 ബില്യന്റെ ഡീൽ വഴി താജ് എക്സിറ്റ് ചെയ്തേക്കാമെന്നുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.